നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ സഹോദരിമാർ ഒത്തിരി നാളായിട്ട് ചോദിച്ച ഒരു ആവശ്യം ആണെന്നാൽ ഫാമിലി വിട്ട് പിരിഞ്ഞു പോയവർ ഒന്നിക്കാൻ വേണ്ടി എന്തെങ്കിലും വഴിപാടോ മന്ത്രമോ ഉണ്ടോ എന്ന് നിരവധി സഹോദരിമാർ ചോദിച്ചിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളും പിന്നെ യാതൊരു കാരണവുമില്ലാതെയും ഭാര്യയെ വിട്ട് പിരിഞ്ഞു പോകുന്ന ഭർത്താക്കന്മാർ, ഭർത്താവിനെ വിട്ട് പിരിഞ്ഞു പോകുന്ന ഭാര്യ, സഹോദരൻ, സഹോദരി, അച്ഛൻ, അങ്ങനെയുള്ളവർ പിരിഞ്ഞു പോയി. അവർ തിരിച്ചു വരണം, നമ്മളെ തേടി തിരിച്ചു വരണം. നിറയെ റിലേറ്റീവ്സ് അതുപോലെ തന്നെ സഹകരിക്കുന്നില്ല. അടുത്തായിട്ട് കല്യാണം എത്ര നോക്കിയിട്ട് നടക്കുന്നില്ല, പ്രായം അതിച്ചു പോകുന്നു, ഒരു തടസ്സമായിട്ടിരിക്കുന്നു. അങ്ങനെയുള്ളവരും പിന്നെ മുൻജന്മത്തിലെ ദോഷങ്ങളൊക്കെ ഇരിക്കുന്നവരും, അത് മാത്രമല്ല എതിരാളികളുടെ പ്രശ്നം, ഇതുപോലെയുള്ള മുഖ്യമായ പ്രശ്നങ്ങൾ നിറയെ ഫേസ് ചെയ്യുന്നവരാണ് നമുക്ക് ചുറ്റിലുമുള്ളവർ. ഇത് വന്നിട്ട് നിങ്ങൾ പ്രോബ്ലംസ് തനിയായിട്ട് സെപ്പറേറ്റ് ചെയ്ത്, അതായത് പിരിച്ച് നോക്കേണ്ട ആവശ്യമേ ഇല്ല. എന്ത് പ്രോബ്ലം ആയിരുന്നാലും ഭയപ്പെടാതിരിക്കുക. അതിൻ്റെ ആവശ്യമില്ല, ഭയം എന്നതിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം ഞാൻ ഇന്ന് പറയുന്ന ഈ പരിഹാരം നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിനെല്ലാം ഒരു റിസൾട്ട് അതിൽ നിന്നും കിട്ടും. അതും മുഖ്യമായിട്ട് ഈ വീഡിയോ മുഴുവനും കണ്ടാൽ ഇതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വരാഹി അമ്മയും അമ്മയുടെ കൂടെ ചേർന്ന് ഇന്നൊരു ദേവിയും ചേർന്നെടുത്ത ഒരു അവതാരം, ആ അവതാരത്തിനാലെ വന്ന ഒരു വിഷയം. സോ ഇത് വന്നിട്ട് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ഒരു പരിഹാരം എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഒരു പ്രോബ്ലത്തിന് എന്നല്ല, എന്ത് പ്രോബ്ലത്തിനും ഏത് പ്രോബ്ലത്തിന് വേണേലും യൂസ് ചെയ്യാവുന്നതാണ്. ഏത് പ്രശ്നമായിരുന്നാലും ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും വിജയത്തിലെത്താൻ സാധിക്കും. പെട്ടെന്ന്, അതായത് മിന്നൽ വേഗത്തിൽ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ആ റിസൾട്ട് നിങ്ങൾ ഇതിൽ കൺഫേം ആയിട്ട് നേടിയിരിക്കും. അത്രയ്ക്കും ഒരു പവർ ഇതിലിരിക്കുന്നുണ്ട്. സോ ആ വീഡിയോയാണ് ഇന്നത്തേത്. വീഡിയോ ഫുള്ളായിട്ട് ലാസ്റ്റ് വരെ കണ്ടോളുക. ഇതുവരേക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളുക. ഇതുപോലെ പല പല ഇൻഫർമേഷൻ നമ്മുടെ ചാനലിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ പരിഹാരം എന്നത് 2 പെൺദൈവങ്ങൾക്കാണ് ചെയ്യേണ്ടത്. ആ 2 പെൺദൈവങ്ങൾ ആരാണെന്നാണ് ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടത്. ഈ 2 പെൺദൈവങ്ങളും മികച്ച ശക്തിയാർന്ന ദൈവങ്ങൾ. ഈ 2 പേരെയും മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എന്ത് വിഷയം ചെയ്താലും, ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാം, ഈ കാര്യത്തിന് ചെയ്യാമോ, അതിന് ചെയ്യാമോ എന്നൊക്കെ. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളിൽ നിന്ന് വരവേ വേണ്ട. എന്ത് പ്രശ്നം ആയിട്ടിരുന്നാലും ഇവരെ 2 പേരെയും പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ വഴിപാട് ചെയ്താൽ ആ പ്രശ്നം തീർന്നു കിട്ടി എന്ന് തന്നെ നിങ്ങൾ കരുതിക്കോളുക. അത്രയ്ക്കും ശക്തി വന്നിട്ട് ഈ 2 ദൈവങ്ങൾക്കും ഇരിക്കുന്നു. സോ ഇവരുടെ പേരുകൾ എന്താണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് കുലസുന്ദരീ ദേവി, ഇനിയൊന്ന് അശ്വാരൂഢ വരാഹി ദേവി. ഈ കുലസുന്ദരീ ദേവി ആരെന്നാൽ മുരുക ഭഗവാന്റെ ഒരു അംശവും
ശിവഭഗവാന്റെ നെറ്റിക്കണ്ണിൽ നിന്ന് വന്നവർ എന്നൊരു ഐതിഹ്യവുമുണ്ട്. അവരുടെ മുഖം എങ്ങനെ ഇരിക്കുന്നെന്നാൽ 6 തലകളുള്ള മഹാശക്തി. ആ 6 മുഖത്തിലും 3 കണ്ണുകളിരിക്കും. ഇവരിൽ ജ്ഞാനമുദ്രയിരിക്കും. ജ്ഞാനമുദ്ര എന്നത് ഇപ്പോൾ പഠിക്കാത്ത കുട്ടികൾക്ക് കൂടെ ഇവരുടെ മുന്നേ ഇരുത്തി വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്കും ഒരു നോളജ് വന്ന് ഉയർന്ന പദവിയിലെത്തും. അത്രയ്ക്കും നല്ലൊരു അറിവ് നിങ്ങളുടെ കുട്ടികൾക്ക് വരാനായിട്ട് നല്ലൊരു സാഹചര്യം നിങ്ങളുടെ മുന്നിൽ കിട്ടുന്നതാണ്. ഇവർ 2 പേരും ശിവനോടെ നെറ്റിക്കണ്ണിൽ നിന്ന് പോർക്കോല ദേവതകളായിട്ടാണ് അവതാരമെടുത്തവർ എന്ന ഐതിഹ്യവും ഇരിക്കുന്നുണ്ട്. 2 പേരും പോർക്കോല ദേവതമാരാണ്. അങ്ങനെയുള്ള പോർക്കോല ദേവതയെ നമ്മൾ വഴിപാട് ചെയ്യുന്നതിനാലേ നമുക്ക് എതിരാളികൾ മീൻസ് ശത്രുക്കളുടെ ഉപദ്രവം ഒരിക്കലും ഉണ്ടാവുകയില്ല, ശുദ്ധമായിട്ടിരിക്കില്ല, പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. ആരെല്ലാം നിങ്ങളെ ഉപദ്രവിക്കുന്നുവോ അവർ നിങ്ങളെ കണ്ടാലേ തിരിഞ്ഞു ഓടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. തടസ്സങ്ങളെല്ലാം മിന്നൽ വേഗത്തിൽ ഉടച്ചെറിയപ്പെടും. അതായത് നിങ്ങൾ ചോദിക്കുന്നില്ലേ, കല്യാണം നടക്കുന്നില്ല സിസ്റ്റർ, നിറയെ തടസ്സങ്ങൾ വരുന്നു, കുഞ്ഞില്ല, സന്താന സൗഭാഗ്യം അറ്റുപോയതുപോലെ നടക്കാതെ ഇരിക്കാനുള്ള ഒരു കാരണം അത് എന്തായിരിക്കും? എന്നാൽ ഒന്നുകിൽ നമ്മൾ ചെയ്ത പാവത്തിനാലെയോ ഏതോ ഒരു തടസ്സം വന്ന് നമ്മളിൽ നിലനിൽക്കും. അതിനാലെയാണ് ഇത് വന്ന് നടക്കാതെ ഇരിക്കുന്നത്. ഇത് അങ്ങനെയുള്ള തടസ്സങ്ങൾ എന്തായിരുന്നാലും മിന്നൽ വേഗത്തിൽ ഉടച്ചെറിഞ്ഞ് ആ കാര്യം നിങ്ങൾക്ക് നടത്തി തന്നിരിക്കും ഈ മഹാദേവതമാരായ കുലസുന്ദരീ ദേവിയും അശ്വാരൂഢ വരാഹി ദേവിയും. സോ ഈ ദേവതമാർക്ക് എങ്ങനെ വഴിപാട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീട്ടിൽ നിങ്ങൾ നോർമലി ഒരു ദീപം വയ്ക്കുമല്ലോ. വരാഹി അമ്മയെ പ്രാർത്ഥിക്കുന്നവർ വിഗ്രഹമിരുന്നാലും ശരി, ഫോട്ടോ ഇരുന്നാലും ശരി, ഇതൊന്നും ഇല്ലെങ്കിലും ഒരു മൺവിളക്ക് വെച്ച് നിങ്ങൾക്ക് ധാരാളമായി അമ്മയ്ക്ക് വഴിപാട് ചെയ്യാവുന്നതാണ്. അങ്ങനെ വരാഹി അമ്മയ്ക്കെന്ന് ഒരു വിളക്ക് വച്ചിരിക്കുമല്ലോ, അതിൻ്റെ കൂടെ ഇന്നൊരു മൺവിളക്ക് കൂടെ എടുത്തോളുക. അത് പുതിയ വിളക്ക് തന്നെ എടുത്തോളുക. വീട്ടിൽ നേരത്തെ ഉപയോഗിച്ച പഴയ വിളക്കൊന്നും എടുക്കാതിരിക്കുക. ആ വിളക്ക് കുലസുന്ദരീ ദേവിക്കാണ്. വിളക്ക് വെച്ച് നിങ്ങൾ ദേവിക്ക് വന്ന് വഴിപാട് ചെയ്യണം. കൂടെ ഒരു മന്ത്രവുമുണ്ട്. പിന്നെ ഈ ദേവതമാരെ പ്രാർത്ഥിക്കേണ്ടത് പെർട്ടിക്കുലറായിട്ട് ഒരു ദിവസമുണ്ട്. ചൊവ്വ, വെള്ളി, ശനി ദിവസങ്ങളാണത്. ദിവസം മാത്രമല്ല ഇമ്പോർട്ടൻ്റ്, ടൈമും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ദിവസവും രാവിലെ 6-നും 7-നും ഇടയ്ക്ക്, മോർണിംഗ് 6 AM to 7 AM നിങ്ങൾ വഴിപാട് ചെയ്ത് തീർത്തിരിക്കണം. അതായത് 6-നും 7-നും ഉള്ളിൽ വഴിപാട് കഴിഞ്ഞിരിക്കണം. സോ ഈ ടൈമിങ്സ് വന്നിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, മിസ് ചെയ്യാതെ വഴിപാട് ചെയ്തോളുക. 2 ദീപങ്ങൾ വയ്ക്കാൻ പറയുന്നല്ലോ. ശരി, ഈ 2 ദീപങ്ങൾക്കും എന്ത് എണ്ണ ഒഴിക്കണം എന്നൊരു ഡൗട്ട് ഇനി വരാം. 2 വിളക്കിലും പകുതി വെളിച്ചെണ്ണയും പകുതി നെയ്യും, ദാറ്റ് മീൻസ് ഹാഫ് കോക്കനട്ട് ഓയിൽ ആൻഡ് ഹാഫ് ഗീ, രണ്ടും സമമായിട്ട് ഈക്വലായിട്ട് എടുക്കണം. എന്നിട്ട് വേണം ദീപം വയ്ക്കാനായിട്ട്. പിന്നെ തിരി വന്നിട്ട് നോർമൽ വെള്ളത്തിരി മതി. കിഴക്ക് ദിശയിലോ വടക്ക് ദിശയിലോ ഫേസ് ചെയ്ത് വേണം വയ്ക്കാനായിട്ട്. എന്നിട്ട് നിങ്ങൾ വഴിപാട് ചെയ്യുക. സോ ഇങ്ങനെയാണ് ദീപം വയ്ക്കേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വഴിപാട് വന്നിട്ട് നിങ്ങൾ എത്ര നാൾ ചെയ്യണമെന്നാൽ കൂടിയാൽ ഒരു 7 days എടുത്തോളുക, 7 ദിവസം. ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഈ വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് വെള്ളിയാഴ്ച വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. വെള്ളിയാഴ്ചയ്ക്ക് ഉള്ളിൽ നമ്മളുടെ കാര്യം കൃത്യമായിട്ട് അത് നടന്ന് കിട്ടിയിരിക്കും. അധികം പോയാലേ 7 ദിവസം. കാരണം
മിന്നൽ വേഗത്തിലാണ് നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് വരുന്നത്. അതിനാൽ ഒരു ഡേയിലും നിങ്ങൾ തേടിയിട്ടിരിക്കുന്ന കാര്യത്തിന് ഒരു സൊല്യൂഷൻ കിട്ടിയിരിക്കും. അത് നിങ്ങൾക്ക് കയ്യിൽ കൊണ്ടുവന്ന് തരും. അത്രയ്ക്കും ഒരു പവറുണ്ട്. കൂടിപ്പോയാൽ 7 ദിവസം സമയമെടുക്കും. ഇത് വന്നിട്ട് നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം കുലസുന്ദരീ ദേവിക്കെന്ന് തനിയാ കോവിൽ ഒരു സന്നിധി നിറയെ സ്ഥലത്ത് ഇല്ല. അത് കേരളത്തിൽ വളരെ ചുരുക്കമേ ഉള്ളൂ. അതിനാൽ നിങ്ങൾ വീട്ടിൽ വച്ച് വഴിപാട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കൊണ്ടു കൊടുക്കുന്നതാണ്. അതിനാൽ നിങ്ങൾ വീട്ടിൽ വച്ച് വഴിപാട് ചെയ്യുന്നത് എന്നതാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടാൻ അത്യുത്തമം. പിന്നെ വേറൊന്ന് പറയട്ടെ, നോൺ വെജ് കഴിക്കാൻ പാടില്ല. അത് മാത്രമല്ല, പീരിയഡ്സ് ടൈമിലൊന്നും ഇത് ചെയ്യാൻ പാടില്ല. കുഞ്ഞുങ്ങളുണ്ട്, രാവിലെ എണീറ്റിട്ട് കുളിച്ച് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ടൈമും ലേറ്റായി പോവും. കാരണം 6-നും 7-നും ഇടയ്ക്ക് ഇത് ചെയ്യണമല്ലോ. അങ്ങനെയുള്ളവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫേസ് വാഷ് ചെയ്തിട്ട് പരിഹാരം ചെയ്തോളുക. ബട്ട് ഒന്ന് ബ്രഹ്മചര്യം പാലിച്ചിരിക്കണം. ഇതൊന്നും നിങ്ങൾ വലിയ ഡൗട്ടായിട്ടൊന്നും ചിന്തിക്കണ്ട. നോർമലായവർ, അതായത് ഹെൽത്തി ആയവരാണെങ്കിൽ രാവിലെ എണീറ്റ് കുളിച്ചിട്ട് ചെയ്യുക. ഒരു ചില സമയത്ത് നമുക്ക് വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ മുഖം കഴുകിയിട്ട് കൂടെ ഇത് ചെയ്യാവുന്നതാണ്. അതിൽ യാതൊരു തെറ്റുമില്ല. സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളുക. ഇത് വന്നിട്ട് ആഴ്ചതോറും ചെയ്തിട്ട് വരുന്നത് ഒത്തിരി നല്ലതാണ്. നിങ്ങളുടെ വളർച്ചയെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ആർക്കും കഴിയാത്ത രീതിക്ക് നിങ്ങൾക്ക് കരുത്തുണ്ടാവും. അങ്ങനെയുള്ള ഒരു വിശ്വരൂപ വളർച്ചയെ വന്ന് നിങ്ങൾക്കിത് കൊടുക്കും. ഇനി മന്ത്രം വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം. ഈ മന്ത്രം എങ്ങനെ വായിക്കണം എന്ന് ഞാൻ ചൊല്ലിത്തരാം. ഇത് പറ്റുന്നതുപോലെ ഡെയിലി ഒരു തവണയെങ്കിലും നിങ്ങൾ ചൊല്ലിക്കോളുക. കംപ്ലീറ്റ്ലി നിങ്ങളുടെ ലൈഫിന് ഒരു ചേഞ്ച് വരും. അതായത് നിങ്ങളെ ചുറ്റി ഒരു സംരക്ഷണ വലയം കിട്ടും. ഇന്നൊന്നെന്താ വെച്ചാൽ എതിരാളികൾ ഉണ്ടാവില്ല. ജോലിക്ക് പോയാൽ സമാധാനമായിട്ട് ജോലി ചെയ്യാം. ഏത് കാര്യത്തിന് പോകുന്നതിന് മുന്നേ ഈ മന്ത്രം ചൊല്ലി വഴിപാട് ചെയ്തിട്ട് പോയാൽ നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ആ പെർട്ടിക്കുലർ ഡേ മാത്രം പറഞ്ഞ ടൈമും കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ചൊവ്വ, വെള്ളി, ശനി ദിവസങ്ങളിൽ 6 to 7 രാവിലെ ഇതിന് നിങ്ങൾക്ക് ഒരു നല്ല ഫലം കിട്ടും. ഈ മന്ത്രം വന്നിട്ട് നിങ്ങൾ ഡെയിലി ഒരു തവണയെങ്കിലും ചൊല്ലുക. മന്ത്രം വന്നിട്ട് രാവിലെ എണീറ്റ ഉടനെയും ചൊല്ലാം, രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയും ചൊല്ലാവുന്നതാണ്. പറഞ്ഞ ടൈമിന് പറ്റാത്തവർ അങ്ങനെ ചെയ്തോളുക. ഒരു നല്ല റിസൾട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഈ മന്ത്രം ചൊല്ലുന്നത് കേട്ടോളുക. മന്ത്രം കുറഞ്ഞത് 3 തവണയെങ്കിലും ചൊല്ലുക. അധികം പറ്റുന്നവർ 21 തവണ ചൊല്ലാവുന്നതാണ്. മന്ത്രം ഇതാണ്: ഓം കുലസുന്ദരിയേ വിദ്മഹി കാമേശ്വരിയേ ധീമഹി തന്നോ നിത്യഹി പ്രചോദയാത്. ഓം കുലസുന്ദരിയേ വിദ്മഹി കാമേശ്വരിയേ ധീമഹി തന്നോ നിത്യഹി പ്രചോദയാത്. ഓം കുലസുന്ദരിയേ വിദ്മഹി കാമേശ്വരിയേ ധീമഹി തന്നോ നിത്യഹി പ്രചോദയാത്. ഇതാണ് മന്ത്രം. ഇത് ഡെയിലി രാവിലെയോ വൈകിട്ടോ അതല്ല 2 നേരം വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അതിലൂടെ ഒരു പോസിറ്റീവ് എനർജി വന്ന് നമുക്ക് കിട്ടുന്നതാണ്. കാരണം ഇതേമാതിരി വിഷയങ്ങൾ വന്നിട്ട് നമുക്കറിയില്ല. എന്നാൽ
ഇതിനെപ്പറ്റി അറിയുമ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്തോളുക. നമ്മൾ ഒരു കോവിലിൽ പോകുന്നത് ഏത് അളവിന് പരിപാവനമായി കാണുന്നുവോ അതുപോലെ നമ്മുടെ മുന്നേറ്റത്തിന് ഈ വഴിപാട് ഒരു വഴിത്തിരിവാവും. സോ തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു നോക്കിക്കോളുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളുക. മാത്രമല്ല ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പരിഹാരങ്ങൾ നിങ്ങൾക്ക് ഏത് രീതിക്ക് ഇഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് എങ്ങനെ യൂസ് ആകുന്നു എന്നുള്ളത് കൂടി കമൻറ്റിൽ പറയുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.